എവിടെയും ഏറ്റവും എളുപ്പത്തിൽ ഹിറ്റാകുന്ന രസം ഹാസ്യമായതിനാൽ ചരിത്രാതീത കാലം തൊട്ടേ ചിരിക്കാൻ കഴിയുന്ന ഏകജീവിയായ മനുഷ്യൻ ഹാസ്യത്തിൽ നിന്നും പിറവി കൊള്ളുന്ന കലാരൂപങ്ങൾ കണ്ടുപിടിച്ചു. ബുദ്ധിജീവികൾ പണ്ടേക്ക് പണ്ടേ ഇത്തിരി കൂടുതലായ മലയാളക്കരയിൽ ആ ഹാസ്യം ആക്ഷേപഹാസ്യമായി. നമ്പ്യാരും തുള്ളലും അതിന്റെ പേറ്റന്റ് എടുത്തപ്പോൾ ഓട്ടം തുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. സ്ലാപ്സ്റ്റിക് കോമഡിയുടെ കൈപിടിച്ച് സർക്കസിൽ കോമാളിയും നാടകങ്ങളിൽ വിദൂഷകനും ചിരിയുടെ റൂട്ട് തെളിച്ചപ്പോൾ 70s ആ റൂട്ടിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പുമായി മിമിക്രി എത്തി. സാക്ഷാൽ ഗാനഗന്ധർവന്റെ ഗാനമേളക്കിടയിലും KPSCയുടെ നാടകത്തിന്റെ മുന്നിലും ഒറ്റ ഇരട്ട പട്ടാളങ്ങളായി കോമഡിയുടെ റൂട്ട് മാർച്ച് നടത്തിയവർ പിൽക്കാലത്ത് മറ്റു മേഖലകളിൽ അതിപ്രശസ്തരായി. കൊച്ചിൻ കലാഭവൻ എന്ന മഹാപ്രസ്ഥാനവും അതിന്റെ അമരത്ത് ആബേലച്ചനും എത്തിയപ്പോൾ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപം നിരത്തിവെച്ച മൈക്കുകളും നീളൻ ജുബയുമായി മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു. പുട്ടിന് പീരസമവാക്യത്തിൽ മറ്റ് പരിപാടികൾക്കിടയിൽ ജാമായി മാത്രം അവതരിപ്പിക്കപ്പെട്ടിരുന്ന മിമിക്രിക്ക് അങ്ങനെ 70s അവസാനത്തിലും 80s തുടക്കത്തിലും കേരളത്തിലുടനീളം റെഡ് കാർപ്പറ്റ് സ്പേസ് ലഭിക്കാൻ തുടങ്ങി. പിന്നീടുണ്ടായത് വേദികളിൽ പില്ലറുകളായിരുന്ന മിമിക്രി താരങ്ങൾ മലയാള സിനിമയുടെ പില്ലറുകളാകുന്ന റവല്യൂഷൻ. ഞങ്ങള് ദുബായിൽ നടത്തിയൊരു പ്രോഗ്രാമിന്റെ കാസറ്റ് കണ്ടിട്ടാണ് പത്മരാജ സാർ ആദ്യമായിട്ട് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. 90കളുടെ പകുതിയായപ്പോഴേക്കും 100ഓളമായി കേരളത്തിലെ മിമിക്രി ട്രൂപ്പുകളുടെ ബെഞ്ച് സ്ട്രെങ്ത്. ആ മിമിക്രി യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡബിൾ പ്രൊമോഷൻ കിട്ടി സിനിമയിലേക്ക് കയറിയ എത്രയെത്ര താരങ്ങൾ.